അങ്ങനെ ഒടുവിൽ അഞ്ചാമത്തെ പവർ എന്നുള്ളത് ദ എലമെന്റ് ഓഫ് ലൈഫ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് എല്ലാവരും. കായുടെ മിറക്കൽ തിരിച്ചുവരവിൽ ഡോക്ടർക്ക് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ലെന്നും വൈറ്റൽസ് എല്ലാം നോർമലാണ്, അതുകൊണ്ട് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു പോകുന്നു. എല്ലാവർക്കും കായിനെ തിരിച്ചിട്ടതിൽ വലിയ ആശ്വാസം. കാർത്തിക് മാസ്മയും പരമിനെയും താനുവിനെയും വിളിച്ച് പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഗ്ലോ ചെയ്ത് നിൽക്കുന്ന മെഡാലിയൻ കാട്ടി ഫിഫ്ത്ത് എലമെന്റ് കായ് ആണെന്ന് പറയുമ്പോൾ, എന്നാൽ പാർട്ടിയിൽ വെച്ച് കായുടെ പങ്കെടുക്കാതെ മുറിയിലേക്ക് കയറി പോകാൻ താന് പറഞ്ഞിരുന്നത് ഓർമ്മ വന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, എന്താ കുട്ടികളല്ലേ, അവർ പാർട്ടിയിലേക്ക് ഒളിഞ്ഞും മറിഞ്ഞും നീ അറിയാതെ വന്നു കാണുമെന്ന് ആസ്മയും. ഡോക്ടർ മരിച്ചെന്ന് സ്ഥിരീകരിച്ച കായ് തിരിച്ചു വന്നത് പുതിയ എലമെന്റ് മൂലമാണെന്നും കൃത്യസമയത്താണ് നമുക്ക് മുന്നിൽ ഇത് വെളിപ്പെട്ടിരിക്കുന്നതെന്നും കാർത്തിക് ആവർത്തിക്കുന്നു. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ദൗത്യം താനും ഏറ്റെടുത്ത് വന്നിട്ട് ആദ്യം തന്നെ അവന് തിരിച്ചിട്ടിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പിന്നീട് അവനുമായി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് വഴി അന്ന് പാർട്ടിയിൽ നീ എന്തിനാ വീണ്ടും ഒളിച്ചും പതുങ്ങിയും വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സത്യമാണ്, അവനെന്ന് ആരും കാണാതെ വന്ന് ഫുഡ് അടിക്കാൻ സാധിച്ചത് ബേലയായിരുന്നു. മമ്മിക്ക് ഇതെങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നതോടെ പുതിയ പവറിനെ പറ്റിയും അത് നീയാണെന്നും പറയുന്നതോടെ അവനത് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം സൂപ്പർ പവേഴ്സിനെ പറ്റിയൊന്നും അവനറിയില്ല. കാരണം അതീവ രഹസ്യമായി ജാൻവിയും രൺവീറും മറ്റുള്ളവരൊക്കെ സൂക്ഷിക്കുന്ന ഒന്നാണത്. അവർ തന്നെ എന്നറിഞ്ഞത് 16-ാം വയസ്സിൽ എന്തോ പ്രത്യേകത തോന്നി മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ്. ജീവൻ എന്ന പവർ നിനക്കുള്ളിലുള്ളത് കൊണ്ടാണ് നീ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് എത്തിയതെന്നും ഇക്കാര്യം ആരോടും പറയാതെ അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നും പറയുമ്പോൾ പുറത്ത് ട്രെവർ വിഷമത്തിലാണ്. താൻ കാരണം ഇപ്പോൾ കൈന് നല്ല വഴക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചീത്ത കേൾക്കുന്നത് അവന് പുത്തിരിയല്ലെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച ശേഷം എല്ലാവരും അങ്ങനെ ആശുപത്രി വിടുന്നു. ജാൻവിയുടെ പരാതി, പരമിൻ്റെ ബ്ലെയിം, എല്ലാം കൊണ്ടും രൺവീർ ആകെ ഡൗണാണ്. കായ്ക്കുണ്ടായ പ്രശ്നത്തിൽ കാരണക്കാരനെന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നതിൽ ബേല കുറച്ച് അവനെ ചിൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എല്ലാവരോടുമായി കായ് എലമെന്റ് ഓഫ് ലൈഫ് ആണെന്ന രഹസ്യം വെളിപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ആശ്ചര്യം. കായ്ക്ക് ബാക്കിയുള്ളവരുടെ പവർ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ തത്രപ്പെടുന്നത് കണ്ട് ബഗ്ഗു അവളുടെ വാട്ടർ പവർ കാട്ടുമ്പോൾ അലി അഗ്നിയുടെയും രൺവീർ വായുവിൻ്റെയും ശക്തി കാണിച്ചു കൊടുക്കുന്നു. ജാൻവി അവക്ക് പാറകളും മണ്ണുമൊക്കെ ചലിപ്പിക്കാൻ കഴിയുന്ന എർത്ത് പവർ ആണെന്നും ഹീലിംഗ് പവേഴ്സ് ഉണ്ടെന്നും ഒക്കെ പറയുമ്പോൾ ബേല ദീദിക്കും എന്തെങ്കിലും പവേഴ്സ് ഉണ്ടായിരുന്നെങ്കിലെന്ന് കായും. കായ്ക്ക് ബേലയുടെ നല്ല അടുപ്പമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയമെല്ലാം ബേല പുറത്താണ്. അവൾക്ക് നേരം അഹാന്റെ കോൾ വരുന്നത് വഴി അവൻ പറയുന്നത് നീ ഇപ്പോൾ വിളിച്ചാൽ കിട്ടാൻ ഭയങ്കര പാടാണെന്നും എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം ഉണ്ടാവാൻ പോവുകയാണെന്നും അതും ഒരു സീക്രട്ടാണെന്ന് പറഞ്ഞ് അവനും ഒരേ വാശി. ബേല ദീദിയോട് തൻ്റെ പവറിനെ പറ്റി പറഞ്ഞോട്ടെ എന്ന് കായ് നിൽക്കുന്നെങ്കിലും അതിന് ബാക്കിയുള്ളവർ നോ പറഞ്ഞു നിൽക്കുമ്പോൾ ബേലെത്തി കാര്യം തിരക്കുന്നതിലും ഒന്നുമില്ലെന്ന് ഡീൽ ചെയ്യുന്നു. സ്വന്തം അനിയനെ വരെ പവർ കിട്ടി, എന്നിട്ടും വരേണ്ട പവർ ഇതുവരെ വരാതിരിക്കുന്നതിൽ ജാൻവിക്ക് നല്ല സങ്കടമുണ്ട്. ഇതിനെ വന്ന് ആശ്വസിപ്പിക്കുന്ന താനുവിൻ്റെ വക ഒരു പുതിയ ട്വിസ്റ്റ്. കായ് തൻ്റെ സ്വന്തം മകനല്ല. അതെങ്ങനെയും നിൽക്കുന്ന ജാൻവിയോട് എല്ലാം വിശദമായി പറയാം, പക്ഷേ ഇപ്പോഴല്ല എന്ന് താനുവും. കാർത്തിക് 5 എലമെൻറ്റ്സും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അയാൾ റിച്വൽസ് തുടങ്ങാൻ പോവുകയാണ്. അതുവഴി ജാൻവിയുടെ പവറില്ലായ്മയെ മറ്റുള്ളവർ അറിയാതിരിക്കുക എന്നുള്ളത് അവളേക്കാൾ താനുവിനാണ് ഇപ്പോൾ ആവശ്യവും അതിൻ്റെ ചുമതലയും. കായിനോട് വിവരം പറഞ്ഞുവെന്ന് വിളിച്ചു ചേർക്കുന്ന കാർത്തികിനോട് താനു മുമ്പ് ബേലയാണ് ഫിഫ്ത്ത് എലമെന്റ് എന്ന് പറഞ്ഞു നടന്ന എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നു. ചൂടാവല്ലേ, കുറേ മിത്തുകളും തിയറീസും വെച്ചാണ് ഓരോന്ന് ചാലുവാക്കാൻ നോക്കുന്നത്. എല്ലാവരും നമ്മുടെ പരമ്പരയിൽ തന്നെ ഉള്ളവരാണെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് അങ്ങനെ പറഞ്ഞത്. നാളെ റിച്വൽസിൻ്റെ കാര്യങ്ങളൊക്കെ മറക്കാതെ കുട്ടികളെ പറഞ്ഞ് ക്ലിയർ ആക്കാൻ നിർദ്ദേശിച്ച് കാർത്തിക് ഫോൺ വയ്ക്കുമ്പോൾ എന്നാൽ തൻ്റെ പരമ്പരയിൽപ്പെടാത്ത കായിൽ എങ്ങനെ പവർ വന്നു എന്നാണ് താനിൻ്റെ പുതിയ പ്രശ്നം. കുറച്ചു നേരം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള വണ്ടറിലാണ് കായും ട്രെവറും. ബേലയെത്തി കായിനോട് ഇനി ഒരിക്കലും ഇങ്ങനെ ഏടാകൂടത്തിൽ ചെന്ന് ചാടരുതെന്നും അത് സഹിക്കാൻ കഴിയില്ലെന്നും പറയുമ്പോൾ എന്നാൽ അവന് പവറിൻ്റെ കാര്യം തുറന്നു പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. താനു തലയിൽ പ്രശ്നങ്ങളുമായി ആ രാത്രി തന്നെ എത്തുന്നത് പരമിൻ്റെ അടുക്കൽ. അയാളെ പിടിച്ച് ചതിയ വഞ്ചക എന്നൊക്കെ വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് താനുവിൻ്റെ ഡെലിവറി ടൈമിൽ ഭർത്താവ് അക്ഷത് വിദേശത്തു നിന്നും തിരികെ എത്താൻ സമയമെടുക്കുമെന്നതിനാൽ ഒറ്റയ്ക്കായിരുന്നു. അന്ന് ആ ദിവസം ഹോസ്പിറ്റലിൽ പരമിനെയും കാണപ്പെട്ടു. തിരക്കിയപ്പോൾ അയാളുടെ ഒരു പരിചയക്കാരിയും പ്രഗ്നൻ്റ് ആണെന്നും അവൾ കാര്യമില്ലാത്തതുകൊണ്ട് കൂടെ വന്നാണെന്നും പറഞ്ഞു. താനുവിന് പരം കൂടെ നിന്ന് ധൈര്യം നൽകിയില്ലെങ്കിലും ജനിച്ച കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു. ആ ദുഃഖത്തിലായിരുന്ന താനുവിനടുക്കലേക്ക് പരം ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ പരിചയക്കാരി പ്രസവം നൽകുന്നതിനിടയിൽ മരണപ്പെട്ടു എന്ന ദുഃഖവാർത്തയുമായി. അങ്ങനെ ദത്തെടുത്ത ആ കുഞ്ഞാണ് കായ്. എന്നാൽ കായ് ഇപ്പോൾ ഫിഫ്ത്ത് എലമെന്റ് ആണെന്ന് വന്നതോടെ ഇത് പരമിൻ്റെ ജാരസന്ധിയാണെന്ന് പറഞ്ഞപ്പോൾ താൻ നല്ല രീതിയിൽ ദേഷിച്ച് ഇനി ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ വയ്യെന്നും തുറന്നു പറയാൻ പോവുകയാണെന്നും പറയുമ്പോൾ എന്നാൽ ഞാനും പറയുമെന്ന് പരം. എർത്ത് പവർ ഉള്ളത് ജാൻവിക്കല്ല, മറിച്ച് ബേലയ്ക്കാണെന്നുള്ള കാര്യം. ഒരു നടൻ മാത്രമല്ല, നല്ലൊരു ഒബ്സർവറുമാണെന്ന് പറഞ്ഞ് മറ്റു 3 പേരും പല സമയങ്ങളിലായി അവരുടെ പവർ കാണിക്കുന്നത് സ്വയം കണ്ടിട്ടുണ്ട്. എന്നാൽ ജാൻവിയുടേത് മാത്രം കണ്ടിട്ടില്ല. മാത്രമല്ല ഇരട്ട സഹോദരിയുടെ മകൾ ബേല വന്നതിൽ പിന്നെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ മുഖത്ത് കാണാമെന്ന് താനുവിനെ നോക്കി പറയുമ്പോൾ തരിച്ചു നിൽക്കുന്ന താനു അതിനുമേലെ ഒരു കരുനീക്കുന്ന പോലെ നീ പറഞ്ഞാൽ നമുക്കുള്ളിൽ മാത്രമേ പ്രശ്നമാവുള്ളൂ, പക്ഷേ ഞാൻ പറഞ്ഞാൽ നിന്റെ ആരാധകർക്ക് മുന്നിൽ വീഴുമെന്ന് മാത്രമല്ല രൺവീറിനെ പിന്നെ എങ്ങനെ ഫേസ് ചെയ്യും. പരം രൺവീറിനെ ഇതിൽ വലിച്ചിടരുതെന്ന് പറഞ്ഞ് ഇരുവരും പരസ്പരം സഹായിക്കാനുള്ള ആ ഒരു ഡീലിലെത്തുന്നു. അങ്ങനെ ആ റിച്വൽ ദിവസം എത്തിയിരിക്കുകയാണ്. 6ാം ദിനം. കാർത്തികിൻ്റെ വീട്ടിലേക്ക് ഫാമിലീസ് എത്തിച്ചേരുമ്പോൾ ഇപ്രാവശ്യം അലി ബഗ്ഗുവിൻ്റെ നിരപരാധിത്വം രൺവീറിൽ നിന്നും മനസ്സിലാക്കി പിന്നൊന്നും നോക്കാതെ അവളോട് പോയി മാപ്പ് പറയുന്നു.
ബഗ്ഗു ചൂടിൽ തന്നെയാണ്. ഡയമണ്ട് ഡീവ എന്നത് കായ് ഒപ്പിച്ച പണിയാണെന്ന് മനസ്സിലാക്കിയ ബഗ്ഗുവിനോട് അവനും സോറി പറയുന്നു. ബേല ഇന്നേരം വീട്ടിൽ തൻ്റെ അന്വേഷണത്തിൽ കായും ഒരു പാർട്ടാണെന്ന് അങ്ങനെ നിൽക്കുമ്പോൾ വരുന്നു അഹാൻ്റെ കോൾ. അവൻ ഇനിയും ആ പറഞ്ഞ രഹസ്യം പിടിച്ചു നിൽക്കാൻ വയ്യ. അവളുടെ ക്യാമ്പസിൽ നിന്നും സ്കോളർഷിപ്പ് കിട്ടി പഞ്ചഗിരിയിലേക്ക് വരാൻ പോവുകയാണ്. അവൾക്കിതൊരു സന്തോഷ വാർത്ത. നിലവിൽ ബേലയുടെ സിറ്റുവേഷനിൽ ഒരു ഉറ്റ സുഹൃത്ത് ആവശ്യമാണ്. അപ്പോൾ താനും മുമ്പ് ചുമ്മാ പറഞ്ഞാണേലും അതിപ്പോൾ സത്യമായി. കാർത്തിക് എല്ലാവരെയും പിടിച്ചു നിർത്തി ഇനി 2 മണിക്കൂറിനുള്ളിൽ ഈ 5 നക്ഷത്രങ്ങളും ഒരേപോലെ അലൈനാവുമെന്നും ആ സമയം 5 എലമെന്റ്സായി നിങ്ങൾ 5 പേരും ഈ ബോക്സ് തുറക്കണമെന്നും അതിൽ ഭാവിയുടെ രക്ഷയ്ക്കുള്ള മാർഗമാണെന്നും സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് നൽകുമ്പോൾ എന്നാൽ അവിടെ പരമിനെ കാണാനില്ല. അതിൽ താനിനെന്തോ കണക്ഷനുണ്ട്. പരമാകട്ടെ ഈ സമയം ബേലയുടെ അടുത്തെത്തി കായ് റിക്കവർ ആയതിൻ്റെ സർപ്രൈസ് പാർട്ടി ഉണ്ടെന്നും അതേപ്പറ്റി താന് പറയാൻ മറന്നാകുമെന്നും പറഞ്ഞ് കൂടെ വരാൻ ആവശ്യപ്പെടുന്നു. ഇത് കണ്ട് മുത്തശ്ശിക്ക് എന്തോ സംശയം തോന്നി അവരും വരാമെന്ന് പറഞ്ഞ് പേഴ്സ് എടുക്കാൻ പോകുന്ന തക്കത്തിന് പരമാകട്ടെ ബേലയെ വായും കൈയുമൊക്കെ പൊത്തിക്കെട്ടി കാറിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ താനു വീണ്ടും ബേലയെ വകവരുത്തി ജാൻവിയിലേക്ക് പ്രവർത്തിക്കാനുള്ള പദ്ധതിക്ക് പരമിന്റെ സഹായം തേടിയപ്പോൾ അയാൾ ബേലയും കൊണ്ട് ഒരു വിജന പ്രദേശത്തെത്തി നിൽക്കുന്നു. റിച്വൽ തുടങ്ങിയതായുള്ള താനുവിന്റെ മെസ്സേജ് കണ്ട് പരം ഒരു കത്തി എടുക്കുമ്പോൾ ഇന്നേരം സ്റ്റാർസ് അലൈനായി നിൽക്കുമ്പോഴും ബോക്സ് തുറക്കാതിരിക്കുന്നതിൽ കാർത്തിക് ടെൻഷൻ അടിക്കുന്നു. ഒട്ടും പിടികിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഓരോരുത്തരും അവരുടെ പവർ ഒന്ന് പുറത്തെടുക്കാൻ പറയുന്നു, കായുടെ ഒഴികെ. കാരണം കഴിഞ്ഞ ദിവസം കാർത്തിക് അത് കണ്ടു ബോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താനു പരീക്ഷണങ്ങളൊക്കെ മതിയെന്ന് പറഞ്ഞ് എതിർക്കുമ്പോൾ ഇത്തവണ ആസ്മ നിനക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ച് ഇടപെടുകയാണ്. കാർത്തിക് നമ്മളെക്കാളുള്ള അറിവ് നേടിയതാണ്. മാത്രമല്ല പറഞ്ഞ പോലെ തന്നെ സ്റ്റാർസും അലൈനായി 5 എലമെന്റ്സും ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഭാവിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂന്നങ്ങനെ കാർത്തിക് ഒരു പേപ്പർ ചുരുട്ടി രൺവീറിനെ വിളിക്കുമ്പോൾ അവനത് കാറ്റിൽ പറത്തിക്കുന്നു. അലിയെ വിളിക്കുമ്പോൾ അവനെത്തിയത് തീയാൽ കത്തിക്കുന്നതിന് പിറകെ ബഗ്ഗു എത്തി ജലത്താൽ കെടുത്തുന്നു. ഇനി അടുത്തത് ജാൻവിയുടെ ഊഴം. ഒന്നുകിൽ താനു അവരുടെ പവർ വെച്ച് ഡീൽ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഇതോടെ ജാൻവിയുടെ ആ രഹസ്യം എല്ലാവരും അറിയും. അഥവാ ജാനുവിൽ നിന്നും പവർ വന്നാൽ അതിനർത്ഥം ബേല കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്താകും ഇനി? കാത്തിരുന്നു കാണാം.